നമ്മളുള്ളത് വീണാട് ദർഗയിലാണ് കേട്ടോ. ഈ മഹാന്റെ മക്ബറയ്ക്ക് മേലിടാനുള്ള പുടവയുടെ ഒരു വരവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് അത് ആഘോഷമാക്കി ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരുന്നത്. അമാവാസി ദിവസം ഈ മഹാന്റെ ഹൃദയം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇടിക്കും എന്നുള്ള ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സമയത്തും കറക്റ്റായിട്ട് ഒരു ഏരിയയിലല്ല ഇടിക്കല്, പല സ്ഥലങ്ങളിലായിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു പുടവ ഇരിക്കുന്ന ഒരു രംഗാണ് കേട്ടോ. ഇതുവരെ പച്ചയായിട്ട് ഇരിക്കുന്നത് ഓറഞ്ച് നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കാകാണിത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആളുകൾ വന്നു അതും തലഭാഗത്ത് വിരിച്ചിട്ട് പിന്നെ കാൽഭാഗം വരെ വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഓട്ടോറിക്ഷ എടുക്കേണ്ടി വരും ഇതിന്റെ തലഭാഗത്ത് നിന്ന് കാൽഭാഗത്തേക്ക് പോകാം. ഒരു 10-60 മീറ്റർ നീളം ഉണ്ടോ? ഇത്രയും നീളത്തിലുള്ള മനുഷ്യന്മാരുണ്ടോ ചെങ്ങായിമാരെ? ഇനി അല്ല മരിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത അയൽവക്കത്തുള്ള ആൾക്കാരുടെ വീടിന്റെ കക്കൂസും കുഴി കൂടിയൊക്കെ പോകുമല്ലോ ഇപ്പൊ ഇത് അല്ലേ? അങ്ങനെ നീളുകയാണെങ്കിൽ ഇല്ല നീളൽ നിന്നോ? എന്തായാലും ഇത്രയും നീളമുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ ഇതിന്റെ ഹൃദയം എവിടെയാണ് മിടിക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ കഴിയില്ല. അവിടെ ഇവിടെയൊക്കെ മിടിക്കുന്നറിന് അതിന്റെ ഹൃദയം ഉണ്ടോ? ഇത്രയും നീളമുള്ളൊരു മനുഷ്യന് ഹൃദയത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഹൃദയം ഇല്ലാണ്ട് തന്നെ ജീവിക്കാൻ കഴിയില്ലേ? അത്രയും നീളമുണ്ട്. അതൊക്കെ കറാമത്തല്ലേ പെങ്ങളെ? എത്ര നീളം ഓട്ടോറിക്ഷ എടുത്ത് പോകണം? 30 രൂപ ചുരുങ്ങിയത് കൊടുക്കേണ്ടി വരും. ഈ തലക്കന്ന് കാലിന്റെ അവിടുന്ന് തലന്റെ അവിടേക്ക് എത്താനേ. നടുവിലിറങ്ങിയാലും 30 കൊടുക്കേണ്ടി വരും. ഇപ്പൊ അങ്ങനെയാണ്, മിനിമം ചാർജ് 30 ആണല്ലോ. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ് കളർ മാറുക എന്ന് പറഞ്ഞത്. എന്ത് കളർ? പച്ചയുടെ മേലെ ചോപ്പാണ്ട് ഇടുകയാണ്. അല്ലാണ്ട് നിമിഷ നേരം കൊണ്ട് കളർ മാറുന്നല്ല, നിമിഷ നേരം കൊണ്ട് ആൾക്കാർ കൊണ്ടിട്ട് ഇടുകയാണ്. ഇവിടെ ഇത് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കാനുള്ളത്. ഇത്രയും നീളം അതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും നമ്മൾ ചോദിക്കണില്ല, അവിടെ വെക്കട്ടെ, അങ്ങനെ ഉണ്ടായിന്ന് വെക്കാം. ഇതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുള്ളത്? പള്ളിയിലേക്ക് സ്ത്രീകളെ കയറ്റാത്ത വിഭാഗമാണ് ഈ ഇതിന്റെ 4 പുറം തലയിൽ താലവും അതുപോലെ വള്ളിക്കെട്ട് അതൊക്കെ പാടെ കെട്ടിയേറ്റിയും കൊണ്ട് അവിടെ പോകുന്നത്. പള്ളിക്ക് ഹറാമായ പെണ്ണുങ്ങൾക്ക് ഇവിടെ പോയിട്ട് കൂത്താടാൻ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല, അനുമതി, ജായിസ്, ഹലാലാണത്. ജായിസ് എന്നൊന്നും പറഞ്ഞാൽ ഹലാലാണ്. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങള് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത് ഷിയാക്കളും ജൂതന്മാരും പിന്നെ അത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ എന്തൊക്കെ വിശ്വാസങ്ങളും കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള ദർഗകളിലേക്ക് ഇതുപോലെയുള്ള പട്ടിവിരിക്കലിനൊക്കെ പോകുന്ന ആളുകൾ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഇസ്ലാമുമായിട്ട് പുലബന്ധമില്ലാത്ത ആളുകളാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് പഠിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി ഇവിടെ അള്ളാഹു പോരെ നമുക്ക് ഇതുപോലെ ഒരു 60-65 അടിയോ മീറ്ററോ ഒക്കെ ഉള്ള നീളത്തിൽ കിടക്കുന്ന അങ്ങനെ ഒരു ശവം തന്നെ ഇല്ല എന്നുള്ളതാണ്. ശവത്തിന്റെ മുകളിലാണ് ഇവർ കെട്ടിക്കൂട്ടല്. അങ്ങനൊന്നും ഇല്ല. ഇനി ഉണ്ടോ ഇല്ലേ എന്നതിനപ്പുറം ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹു പോരെ എന്നുള്ള ആ ഒരു വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടിമകളെ നിങ്ങൾക്ക് അല്ല പോരെ, മതി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അല്ലാ നീ മതി. ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാ, രോഗത്തെ ശിഫയാക്കുന്ന അല്ലാ, എല്ലാ അനുഗ്രഹം നൽകുന്ന അല്ലാ, ഉപജീവനം നൽകുന്ന അല്ലാ. ലോകത്തെ സകല ജീവജാലങ്ങളുടെ ഉപജീവനവും ഏറ്റെടുത്ത അല്ലാ നീ മതി ഞങ്ങൾക്ക്. ഞങ്ങൾ നിന്നിൽ തൃപ്തനാണ്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹുവിനെ ചെറുതായി ഞാനൊന്ന് പരിചയപ്പെടുത്തി. വലുതായി പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, അഗാധമായി ചിന്തിക്കുക, അഗാധമായി ചിന്തിക്കുക, അഗാധമായി പഠിക്കുക, ഏറ്റവും വിനയാന്വിതരായി ജീവിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാവുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പ്രാർത്ഥിക്കുന്നവരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.